ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ടേക്ക് പ്രോഫിനെ പറ്റിയിട്ടും. ഈ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ഈ ട്രേഡിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ ഏത് വിധത്തിൽ ഈ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഏത് വിധത്തിൽ നമുക്ക് രക്ഷപ്പെടാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ നമ്മൾ ട്രേഡിൽ നമ്മളെ മൊത്തം ഇക്വിറ്റി വാഷ് ഔട്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പൊസിഷൻ ഇട്ടാൽ ആ പൊസിഷൻ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മൾ ഇട്ടതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ഒരവസ്ഥ, ബൈ ഇട്ടിട്ട് അത് സെൽ സൈഡിലേക്ക് താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ വരുന്ന വലിയ നഷ്ടം ഒഴിവാക്കി ചെറിയ നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഈ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റും ഉണ്ട്. ടേക്ക് പ്രോഫിറ്റ് എന്നത് വെക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണം, ഒരു വട്ടം മുകളിലേക്ക് പോയി അത് സ്പോട്ടിൽ തന്നെ തിരിച്ചങ്ങോട്ടേക്ക് താഴ്ന്നു ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കാതെ തന്നെ ഇതൊരു ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ പ്രോഫിറ്റ് ആയി അത് നമ്മൾ അറിയാതെ തിരിച്ച് ലോസിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ടേക്ക് പ്രോഫിറ്റും ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുടെ കോൺടാക്ട് ചെയ്യുക. ലൈവായിട്ട് ഈ ഒരു ട്രേഡിങ്ങിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.